മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടോ? ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മഹാരാഷ്ട്രീയൻ സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പേര് കൊത്തമ്പീർ വടി എന്നാണ് കേട്ടോ. ഇന്ന് വെജിറ്റബിൾ വാങ്ങാൻ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്തമല്ലി ഇല ഇരിക്കുന്നുണ്ടായിരുന്നു. മഴക്കാലത്ത് എപ്പോഴും നന്നായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഒരു വലിയ ബഞ്ചിനെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കട്ടെ ഞാൻ കേട്ടോ. മഴക്കാലമല്ലേ, എത്ര വൃത്തിയുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലേ, നമ്മൾ അതുപോലെ കഴുകി എടുക്കണം. അത് ഞാനൊരു 6 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട്. അത് പിന്നെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 6 തവണ കഴുകിയതിന് ശേഷം പിന്നെ അതിനെ ഒരു ടവലിൻ്റെ മേലെ വെള്ളം ഒന്ന് വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഒരു തുടം വെളുത്തുള്ളി മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒന്ന് തൊളിച്ച് തോലൊക്കെ ഒന്ന് കളയട്ടെ. അതൊക്കെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് ജീരകവും ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിന് വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഒരു 5 എണ്ണം എടുത്തത്. ഈ വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇടികല്ലിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചാലും മതി, പക്ഷെ ഇടികല്ല് ഇവിടെ തന്നെ ഇരിക്കണോണ്ട് ഞാൻ ഇടികല്ലിൽ തന്നെ ഇട്ട് ചതയ്ക്കാന്ന് വിചാരിച്ചു. മിക്സിയിൽ 2 പൾസ് ചെയ്തെടുത്താലും മതി. അപ്പൊ നമുക്കങ്ങനെ ഇടിച്ച് ചതച്ച് അങ്ങോട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ കൊത്തമല്ലി ഇലയിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിക്കട്ടെ കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു പഞ്ച് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ നടുവിലൂടെ മുറിച്ച് 2ആക്കി പിടിച്ച് ചെറുതായിട്ട് മുറിക്കണം. എൻ്റെ കത്തി ഭയങ്കര മൂർച്ചയാട്ടോ. അബദ്ധം പറ്റിയ എൻ്റെ കയ്യും അതോട് കൂടിയിട്ട് മുറിഞ്ഞു പോകും. അത്രയും മൂർച്ചയുള്ളൊരു കത്തിയാണ്. എനിക്ക് ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ് ഇഷ്ടം. പക്ഷെ ഇത് മഹാരാഷ്ട്രക്കാരുടെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അത് ഉണ്ടാക്കാൻ അറിയാം. അവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. ഇനി നമുക്കതിനെയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പൂണിൽ 3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതൊരു കപ്പ് ഉണ്ടാവും. അത് നമുക്ക് എത്രയാണ് കുഴയ്ക്കാൻ എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൽ 2 സ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ചേർക്കുക. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് കേട്ടോ. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട. അത്യാവശ്യം വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് 1 സ്പൂണോ 2 സ്പൂണോ തെളിച്ച് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നോർമലി ഇത് ആവശ്യം വരില്ല. വെള്ളം കൂടുതലായാൽ അത് ഉരുട്ടിയാൽ അതേപോലെ നിൽക്കില്ല. അത് നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് അങ്ങനെ പരന്നു പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി കടലപ്പൊടി ചേർത്താൽ മതി. അല്ല, വെള്ളം കുറവാണെങ്കിൽ 1 സ്പൂണ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ ചേർക്കാം നമുക്ക് കേട്ടോ. ഇത് കുഴച്ചെടുക്കാനേ കുറച്ച് സമയം എടുക്കുള്ളൂ കേട്ടോ നമുക്ക്. അല്ലാതെ ഉണ്ടാക്കാൻ വേറെ വലിയ സമയമൊന്നും എടുക്കില്ല. പിന്നെ ഞാനിത് 2 സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെങ്ങനെ ഉരുട്ടിയിട്ട് കണ്ടോ, എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ 2 സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. സിലിണ്ടർ അല്ല, സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഈ കൂട്ടെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ മാവ് അങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ആക്ച്വലി അതിൽ കുറച്ച് ഒന്ന്
എണ്ണ ഒന്ന് തേക്കണമായിരുന്നു, ഞാനത് ചെയ്തില്ല. ചിലപ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിച്ചു എന്നും വരും എടുക്കുന്ന സമയത്ത് കേട്ടോ. കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കരുത് കേട്ടോ. വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വെള്ളം നിറയും അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇങ്ങനെ ആവി പുറത്ത് പോട്ടെ. നന്നായിട്ട് പോകാൻ തുടങ്ങിയാൽ ഒന്നൊരു മീഡിയം വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെന്തോട്ടെ അത് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊത്തമ്പീർ വടി വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കതിനെ പുറത്തെടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്യണം. ഇപ്പം അത് നല്ല ചൂടാണ്. ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയിട്ട് നമുക്കതിനെ എടുക്കാം. കൊട്ടിയാൽ അങ്ങനെ വീഴണം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, എണ്ണ തേക്കാത്തത് കൊണ്ട് അത് നന്നായിട്ടൊന്നും വന്നിട്ടില്ല. ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതിൽ. അത് കുഴപ്പമില്ല. ചൂട് കുറച്ച് ആറിയതാണെങ്കിൽ അത് പൊടിയില്ല കേട്ടോ. ഇതൊന്ന് പൊടിഞ്ഞു വന്നു, ഞാൻ നന്നായിട്ട് ആറിച്ചിട്ടില്ല. പിന്നെ അത് ഒരേ തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ. ഇത് കുറച്ച് ആറിയിട്ടില്ല, കുറച്ചുകൂടി ആറണമായിരുന്നു. അതിന് മുമ്പേ ഞാൻ സ്ലൈസ് ചെയ്ത് തുടങ്ങി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വടി ഉണ്ടല്ലോ, അതെടുത്ത് ഓരോന്നായിട്ട് അതിൻ്റെ മേലെ വെക്കുക. പരത്തി വെച്ചിട്ട് ഒരു സൈഡ് ബ്രൗൺ ആവുന്ന സമയത്ത് അടുത്ത സൈഡും കൂടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുമ്പോഴേക്കും അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ബ്രൗൺ ആയി കണ്ടില്ലേ ഒരു സൈഡ്. അതേപോലെ മറ്റേ സൈഡും ബ്രൗൺ ആവട്ടെ കേട്ടോ. അങ്ങനെ 2 സൈഡും നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നാരങ്ങ നീര് അതിൻ്റെ മേലെ ഒഴിക്കുക കഴിക്കുമ്പോൾ. ഇത് നമ്മൾ മാവിൽ വേണമെങ്കിൽ ഒഴിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ആ പുളി, അതുകൊണ്ടാണ് മാവിൽ ഒഴിക്കാഞ്ഞത് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ തരണേ.